ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എന്തോ ജിമ്മിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ രാവിലെയും. ചെന്നപ്പോൾ തന്നെ നല്ല ആളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ദാ ഒരാള് മീശയും താടിയൊക്കെ വടിച്ചിട്ട് പുഷ്പൻ ലുക്കിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ സുരേന്ദർ. പിന്നെ നമ്മൾ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ബാക്ക്, ബൈസെപ്സ്, ഫോർആംസ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വർക്കൗട്ട് എല്ലാം ചെയ്തത്. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തു കേട്ടോ. സൂപ്പർ സെറ്റും ട്രൈ സെറ്റും ഒക്കെ ആയിട്ട്. ആരോമിൽ നല്ല പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിനുള്ള ലാസ്റ്റ് സൂപ്പർ സെറ്റൊക്കെ അടിച്ചതിന് ശേഷം നേരെ പങ്കീസിൽ വന്നു. അരോമല ഉഴുന്നോടെയാണ് അരോമലയുടെ മസിലിൻ്റെ രഹസ്യം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചായയൊക്കെ കുടിച്ചു. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ചിക്കൻ ബ്രസ്റ്റൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് പ്രോട്ടീൻ ഷേക്കും എടുത്തേ. അടുക്കളയിൽ അമ്മയാണെങ്കിൽ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. മാളു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ. അതുകൊണ്ട് ഞാൻ തന്നെ മുട്ടയൊക്കെ പൊളിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പം, കടല, മുട്ടയൊക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ബസ്മതി റൈസൊക്കെ എടുത്ത് ഞാൻ കുക്ക് ചെയ്യാനായിട്ടൊക്കെ എടുത്തെല്ലാം വെച്ച് കേട്ടോ. പിന്നെ കുറച്ച് ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് കുറേ എഡിറ്റിങ്ങും പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം എഡിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കിനും അമ്മ ചെറിയൊരു ടൊമാറ്റോ റൈസൊക്കെ പ്രിപ്പയർ ചെയ്ത് ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതെല്ലാം ആയിട്ട് നമ്മുടെ ലഞ്ചും കാര്യങ്ങളും കഴിച്ചു. കഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വിശ്രമിച്ചു കേട്ടോ. എന്നിട്ടൊരു 3:30 ആയപ്പോഴത്തേക്കും എണീച്ചിട്ട് ഞാൻ അടുത്ത പ്രോട്ടീൻ ഷേക്കും ഡേറ്റ്സും ഒക്കെ ആയിട്ട് കഴിച്ചു. എന്നിട്ട് ഇന്ന് നമുക്ക് അമ്മൂന് മരുന്ന് മേടിക്കാൻ ഹരിപ്പാട് പോകണം. അതിന് ഞാനും ആളും കൂടെ പോയ വഴിക്ക് 1, 2 വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അമ്മൂൻ്റെ മരുന്നൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കായംകുളത്ത് നിന്ന് ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഒരു കോഫിയാണ്, ചായയല്ല. എന്നിട്ട് വേറൊരിടത്തൊരു പ്രൊമോഷൻ്റെ കാര്യത്തിന് കയറണമായിരുന്നു. അവിടെയൊക്കെ കയറി എല്ലാം സംസാരിച്ചിട്ട് റംദ ഹോട്ടലിലും കയറി. അവിടെയും ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരൊക്കെ വെറൈറ്റിയാണ്. വീഡിയോ വന്നപ്പോഴത്തേക്കും അച്ചാച്ചൻ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാനും കുറച്ച് സമയമൊക്കെ ഇരുന്ന് കണ്ടു. എന്നിട്ട് നമ്മളൊരു എഗ്ഗൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്തു കേട്ടോ ഡിന്നറിന് വേണ്ടിയിട്ട്. പിന്നെ പയറ് പുഴുങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഡിന്നറും കഴിച്ചു. പിന്നെ ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.